നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. യാതം ഭയേന കൃതവർമ്മയുതം പുനഃ തം ആഹൂയ തദ് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയനഃ പവനേശ പായാഹ. ഭയേന ഭയം കൊണ്ട് കൃതവർമ്മയുതം കൃതവർമാവിനോടുകൂടി യാതം ഓടിപ്പോയ തം ആ അക്രൂരനെ പുനഃ ആഹൂയ അനന്തരം വിളിച്ചു വരുത്തിയിട്ട് തദ് വിനിഹിതം അവന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന മണിം പ്രകാശ്യച്ച ആ സ്യമന്തകമണിയെ പ്രകാശിപ്പിച്ചിട്ട്, അതായത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ശതധന്വാവിനെ കൊന്നപ്പോൾ അത് വീണ്ടും നഷ്ടപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അപ്പൊ അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് സുവ്രതധരെ തികച്ചും വ്രതനിഷ്ഠയുള്ള തത്രയേവ ആ അക്രൂരന് തന്നെ വിനിധായ ആ രത്നത്തെ സമർപ്പിച്ചിട്ട് തുഷ്യൻ സന്തോഷത്തോടെ ഭാമാ കുജാന്തശയനഃ തന്റെ സത്യഭാമയോടൊന്നിച്ച് സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമസുഖം അനുഭവിക്കുന്ന ഹേ പവനേശ അലയോ ഗുരുവായൂരപ്പ മാം പായാഹ എന്നെ കാത്തരുളേണമേ. അപ്പോ സത്രാജിത്തും ശതധന്വാവും ഒന്നും തന്നെ ആ ഒരു വ്രതധാരികളായിരുന്നില്ല, മനസ്സിന് നന്മയുള്ളവരായിരുന്നില്ല. അപ്പോ അങ്ങനെയുള്ള അവരുടെ കയ്യിൽ ആ മണി ഇരിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നതിനാൽ തന്നെയാണ് ഭഗവാൻ അക്രൂരനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അക്രൂരനെ ഈ ദ്വാരകാവാസികളുടെ മുമ്പിലേക്ക് ഭഗവാൻ വിളിച്ചു വരുത്തിയിട്ട് ആ മണി ഇതാ തന്റെ കയ്യിലുണ്ട് എന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു. അങ്ങനെ ബലരാമന് പോലും ഭഗവാനിൽ ഒരു സംശയമുണ്ടായിരുന്നത് അതും തീർത്തിട്ട് സ്വസ്ഥനായ ഭഗവാൻ എല്ലാം കൊണ്ടും ഉത്തമനായ ആ ഭക്തനായ അക്രൂരന് തന്നെ ആ സ്യമന്തക രത്നത്തെ കൊടുത്തിട്ട് അവനെ അനുഗ്രഹിച്ചു, ആ അക്രൂരനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ വീണ്ടും തന്റെ പ്രിയതമയായിട്ടുള്ള സത്യഭാമയോടുകൂടി രമിച്ച് ജീവിക്കുന്ന അലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 11. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തം ആഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുചാന്തശയന പവനേശ പായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിശരണം. എല്ലാ നാരായണീയ സാധകർക്കും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പനെയും ഭട്ടതിരിപ്പാടിനെയും വ്യാസഭഗവാനെയും നമസ്കരിക്കുന്നു. എല്ലാ മഹത്വക്കളെയും ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും സ്മരിക്കുന്നു.
80-ാം ദശകത്തിൻ്റെ 11-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. വളരെ രസകരമായ ഭഗവത്ഗീതയാണ്. സമന്തകമണി എന്നുള്ളതായ ധനസംബന്ധമായ ആ മണിയുടെ കഥയാണ്. ധനത്തിൻ്റെ പിന്നാലെ പോയ സത്രാജിത്വം ഇല്ലാതായി, പ്രസേനൻ ഇല്ലാതായി, സിംഹമില്ലാതായി, സഹോദരന്മാർ തമ്മിൽ തെറ്റിദ്ധാരണയായി, അതുപോലെ ദുരഭിമാനം കൊണ്ട് മറ്റുള്ളവരെ വാക്ക് കേട്ട് ഒരാളെ വധിക്കാൻ, പ്രതികാരഭാവത്തോടെ വധിക്കാനുള്ള മനസ്സുണ്ടായി ഒരാൾക്ക്. അതുപോലെ തികഞ്ഞ ഭക്തനാണെങ്കിലും ധനം കയ്യിൽ വന്നപ്പോൾ അതിന് കാരണക്കാരനായ ഭഗവാനെ വിസ്മരിച്ചുകൊണ്ട് സ്ഥലം വിട്ടുപോയ അതിഭക്തനായിരിക്കുന്ന ഒരു ഭക്തൻ്റെ കഥ പറയുന്നുണ്ട്. ഇതൊക്കെ ധനത്തിനെ നമ്മൾ ധനികനാവാനായിട്ട് പ്രയോഗിക്കരുത്. ധനം കൊണ്ട് നമുക്ക് ധന്യനാവണം. ധനം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ഒരു ഉപാധിയാക്കി മാറ്റിയെടുക്കണം ധനത്തിനെ. അല്ലാതെ തൻ്റെ സുഖത്തിനു വേണ്ടി പ്രയോഗിക്കാവുന്ന ഒന്നാക്കരുത്. സ്വാർത്ഥ മനസ്സോടുകൂടി ധനം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ധനികന് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. അതേസമയം പരാർത്ഥമായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ധനം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം ധന്യമാവും. അത് വളരെയധികം ആൾക്കാർക്ക് ഉപകാരപ്രദമാവും. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. 11-ാമത്തെ ദശകത്തിൽ പറയുകയാണ്, ഭഗവാനുള്ളതായ ഭയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭയം കൊണ്ടോ ആയിരിക്കാം കൃതവർമാവനോട് കൂടിയിട്ട് അക്രൂരൻ കാശി പോയതൊക്കെ. ഈ ധനപാലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അക്രൂരനാണെന്ന് ഭഗവാൻ അറിയാം. കാരണം പല വ്യാഖ്യാതാക്കളും പറയുന്നത് ആ ധർമാത്മാവ് ദ്വാരക വിട്ടുപോയ ശേഷം അവിടെ കുറേ അശുഭങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് പറയണത്. പല ദുശ്ശകനങ്ങളും കാട്ടി എന്നാണ് പറയണത്. ഭഗവാന്റെ തന്നെ ഇച്ഛയാണത്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരേണ്ടതായ ഒരു ആവശ്യമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പോലെയാണ് ഭഗവാന്റെ അടുത്ത ലീല. ധനപാലൻ എന്ന പേരിൽ അറിയപ്പെടുന്നതായ അക്രൂരനെ തിരിച്ചു വിളിച്ചു. കൃതവർമാവിനോട് കൂടിയിട്ട് തിരിച്ചു വിളിച്ച് ദ്വാരകയിൽ എത്തിച്ച ശേഷം സമക്ഷത്ത് വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ആ സമന്തകം മണി അക്രൂരൻ്റെ കയ്യിലുണ്ട് എന്നവിടെ കാണിച്ചു കൊടുത്തു. എന്നാൽ അത് തിരിച്ച് വാങ്ങല്ല ഉണ്ടായത്. അതാണ് ഏറ്റവും രസകരമായ ലീല. എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. തൻ്റെ ഏട്ടനടക്കം അല്ലെങ്കിൽ ബലരാമനടക്കം എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ മണി. അവർക്കൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ലീല ചെയ്തതെന്ന് വിചാരിക്കാം. താനല്ല ഈ മണി എടുത്തത്, സമന്തകം മണി തനിക്ക് ആവശ്യമില്ലാത്തതാണ്. ഇതാണ് ഈ സമന്തകം മണി സഞ്ചരിച്ച വഴി. അതിവിചിത്രമാണ്. ധനമോഹികൾ ആണ് ഇതിൻ്റെ പിന്നാലെ പോയവരൊക്കെ. ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഭഗവാനെ മറന്നുകൊണ്ടാണ് ക്ഷേത്രസ്വത്ത് അപഹരിക്കുന്നതും ഭണ്ഡാരത്തിൽ നിന്ന് പണം അപഹരിക്കുന്നതൊക്കെ. ധനം കാണുമ്പോൾ അതിന് കാരണക്കാരനായിരിക്കുന്ന ഭഗവാനെ മറക്കണു ജനങ്ങൾ. അതവർക്ക് തന്നെ ദുഷ്കീർത്തിയും ദുരനുഭവങ്ങളും ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ള കാര്യം അവർ മറന്നു പോകണം. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ സൂചനയും കൂടിയാണ് ഇവിടെ നമുക്ക് തരുന്നത്. ഈശ്വരൻ നമുക്ക് ധനവും ഐശ്വര്യവും തരുന്നത് സത്കർമ്മം ചെയ്യാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ആണ്. തൻ്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പോവാം. സുഖിയന്മാരാവരുത് ധനമുള്ളവർ, ധന്യന്മാരാവണം. ഏതായാലും ആ സമന്തകം മണി അക്രൂരനെ തന്നെ ഏൽപ്പിച്ചു. കാരണം അദ്ദേഹം അതിൽ നിന്ന് വരുന്ന ധനം വേണ്ട പോലെ വിനിയോഗിക്കും എന്ന് ഭഗവാൻ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അതിന് അർഹനാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ആ സമന്തകമണിയെ അക്രൂരനെ തന്നെ ഏൽപ്പിച്ചത്. അതാണ് നമുക്കും അറിയാനുള്ളത്. എപ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുന്നത്? ഈശ്വരീയമായ അനുഗ്രഹം വരുമ്പോഴാണ് ശരിയായ ഐശ്വര്യം നമുക്കും ഉണ്ടാവുന്നതെന്ന് ഓർക്കുക. നമുക്ക് തരുന്ന ഓരോ സൗഭാഗ്യങ്ങളും ഓരോ അനുഗ്രഹങ്ങളും നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട്
അത് ഉൾക്കൊള്ളാനും അതിനെ പ്രയോഗിക്കാനും നമുക്ക് സാധിച്ചാൽ നമുക്കും ഒരു സംതൃപ്തി ഉണ്ടാവും. അതോടൊപ്പം ഈശ്വരൻ അനുഗ്രഹവും നമുക്ക് ഉണ്ടാവും എന്നാണ് ഈ 80-ാം ദശകം തരുന്ന പാഠം. അങ്ങനെയുള്ളതായ ഗുരുവായൂരപ്പ അങ്ങനെ സത്യഭാമയോടുകൂടി ആനന്ദമായി കഴിയുന്ന ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെയും രക്ഷിക്കണേ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത്. ഇവിടെ രോഗം മാറ്റാനല്ല പറയുന്നത്. കാരണം ഇങ്ങനെയുള്ളതായ ദുർവാസനകൾ, ദുശ്ചിന്തകൾ, ദുർമോഹങ്ങൾ, ഇതിലൊന്നും ഞാൻ പെട്ടുപോകരുത്. ഭൗതികമായിട്ടുള്ളതായ അത്യാഗ്രഹങ്ങളോ അതിമോഹങ്ങളൊന്നും എന്നെ വശീകരിക്കരുത്. എനിക്ക് അവിടുത്തോടായിരിക്കണം അടുപ്പുണ്ടാവേണ്ടത്. എൻ്റെ കാര്യം അവിടുന്ന് നോക്കിയാൽ മതി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ലീല ശ്രദ്ധിക്കുക. ഈ ഒരു ദശകം ദുഷ്കീർത്തിയും അതുപോലെ ദുരിതമൊക്കെ തീർത്ത് ഐശ്വര്യം പ്രദാനം ചെയ്യും. ഇത് വേണ്ട പോലെ പാരായണം ചെയ്ത് പഠിച്ച് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ നല്ല അനുഭവം ഏവർക്കും ഉണ്ടാവും. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം, ഹരിശരണം, ഹരിശരണം.